ഹലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ലേണിംഗ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലേണിങ്ങിനെ കുറിച്ചും അതിൻ്റെ ഡെഫിനിഷന്, നേച്ചർ, ഇമ്പോർട്ടൻസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റാണ് കണ്ടക്റ്റീവ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെൻറ്റ് ഫോർ ലേണിംഗ്. കണ്ടക്റ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് കുട്ടികൾക്കിടയിലുള്ള സോഷ്യൽ ഇൻട്രാക്ഷന് എൻകറേജ് ചെയ്യുന്നുണ്ട്. എൻവയോൺമെൻറ്റൽ ഫാക്ടർ ആകുമ്പോൾ അത് എൻവയോൺമെൻറ്റ് നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരു വൈബ് നൽകുന്നുണ്ട്. ഇനി നെഗറ്റീവായിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ലേണിംഗ് അവിടെ തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ലേണിങ്ങിൽ അവിടെ ഗ്രോത്ത് ഉണ്ടാവും. മാത്രമല്ല കണ്ടക്റ്റീവായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റൽ സ്റ്റഡിയാണ് നടക്കുന്നതെങ്കിൽ കുട്ടികൾക്കിടയിൽ അവിടെ എന്തുണ്ടാകും, അല്ലെങ്കിൽ അവിടെ ഒരു ഇൻട്രാക്ഷന് കൂടും, കോർപ്പറേറ്റീവായിട്ട് പഠിക്കാൻ സഹായിക്കും. അടുത്ത പോയിൻ്റാണ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഓഫ് ദ ലേണർ. അപ്പോൾ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നതും ഒരു നല്ലൊരു ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് ക്ഷീണം, ഇൽനെസ് അല്ലെങ്കിൽ ഒരു ഡിസ്കംഫേർട്ടൊക്കെയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല അല്ലേ. അതായത് ഒരു വ്യക്തിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഒരു ന്യൂ ഇൻഫർമേഷന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവിനെ അവിടെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സോ നല്ലൊരു ഫിസിക്കാലിറ്റിയും അതുപോലെ നല്ലൊരു മെൻറ്റാലിറ്റിയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ അവിടെ ഗെയിൻ ചെയ്യാൻ പറ്റും, നല്ലൊരു നോളജ് അവിടെ ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്രോപ്രിയേറ്റ് ലേണിംഗ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടീച്ചിങ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ്സും അതുപോലെ ടീച്ചേഴ്സിൻ്റെ ടീച്ചിങ് ടെക്നിക്സും ഒക്കെ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. യൂസ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് റെയിൻഫോഴ്സ്മെൻറ്റ്. മോട്ടിവേഷൻ എന്താണ്? അത് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഹേർട്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അടുത്തൊരു പോയിൻ്റാണ് പൊട്ടൻഷ്യാലിറ്റീസ് ആറ്റിറ്റ്യൂഡ് ഓഫ് എ ടീച്ചർ. ലെവൽ ഓഫ് മെച്ചുറേഷൻ ഓഫ് ലേണർ ഓർ ഗ്രോത്ത് ഓഫ് ദ ലേണർ. ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് നീഡ് ഓഫ് ദ ലേണർ. ലേണിംഗ് വിൽ ടു ലേൺ. പ്രാക്ടീസ് ഫോർ ദ ലേൺ ബിഹേവിയർ. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അത് ഡിവൈഡ് ചെയ്ത് 3 വേരിയബിൾസ് ആക്കി പറഞ്ഞു എന്ന് മാത്രം. ഇൻഡിവിജ്വൽ വേരിയബിൾസ്, ടാസ്ക് വേരിയബിൾസ്, എൻവയോൺമെൻറ്റൽ വേരിയബിൾസ്. അതായത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ്. നമ്മളിപ്പോൾ ഒരു കാര്യം പഠിക്കുകയാണ്, ഇപ്പോൾ നിങ്ങളൊരു കാര്യം പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്വാധീനിക്കുന്നത്, അതൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ആണ്. അപ്പോൾ അതിവിടെ 3 ബോക്സ് ആക്കി കൊടുത്തു എന്ന് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണുന്ന ഇൻഡിവിജ്വൽ വേരിയബിൾ, അതുപോലെ ടാസ്ക് വേരിയബിൾ, മെത്തേഡ് വേരിയബിൾ. ടാസ്ക് വേരിയബിൾ ലേണിംഗ് മെറ്റീരിയൽസ് ആണ് അതിലുണ്ടാവുക. മെത്തേഡ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് അതിൽ. നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, കുറച്ചുകൂടെ പിക്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്